നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ബന്ധം. പക്ഷേ നമ്മൾ നഷ്ടമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ഒരു നഷ്ടമേ അല്ലെങ്കിലോ? ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വളരെ ശക്തമായൊരു കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങാം. നിക് വുജിസിച്ചിന്റെ ജീവിതത്തിൽ നിന്ന് ശാരീരികമായ പരിമിതികളെ മനക്കരുത്തുകൊണ്ട് മറികടന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രചോദനമായി മാറിയ ശരിക്കും ഒരു അത്ഭുത മനുഷ്യൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുഞ്ഞു ജനിക്കുന്നു, കൈകളോ കാലുകളോ ഇല്ലാതെ. ആ ഒരു കാഴ്ചയുടെ ആഘാതം എത്ര വലുതായിരിക്കും അല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛന് അത് കണ്ടു നിൽക്കാനാവാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. സ്വന്തം അമ്മയ്ക്ക് പോലും 4 മാസത്തോളം ആ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായും നിക്കിന്റെ കുട്ടിക്കാലം ഒരുപാട് വേദനകൾ നിറഞ്ഞതായിരുന്നു. 8ാമത്തെ വയസ്സിൽ കൂട്ടുകാരാരുമില്ലാതെ തനിച്ചായി. 9ാം വയസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, കൃത്രിമ അവയവങ്ങൾ വെക്കാമെന്ന്. പക്ഷേ അതും സാധ്യമല്ലെന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞപ്പോൾ ആ ചെറിയ കുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ചുപോയി. പക്ഷേ ജീവിതം അങ്ങേയറ്റം ഇരുട്ടിലാണെന്ന് തോന്നിയ ആ നിമിഷം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ചോയ്സ് മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ നിനക്ക് എല്ലാവരുടെയും പരിഹാസം കേട്ട് ഒതുങ്ങിക്കൂടാം, അല്ലെങ്കിൽ നിനക്കൊരു പോരാളിയാകാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ വാചകം മതിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. അന്ന് നിക്ക് തീരുമാനിച്ചു താനൊരു പോരാളിയായിരിക്കുമെന്ന്. അതോടെ എല്ലാം മാറി. അദ്ദേഹം പഠിച്ചു, ഡോക്ടറേറ്റ് വരെ എടുത്തു. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവനുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വലിയ പ്രതീക്ഷയുടെ വെളിച്ചമാണ് നിക്ക്. ഓക്കെ, അപ്പോൾ നിക്കിന്റെ ഈ കഥ നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടത് കൈകളും കാലുകളുമായിരുന്നു. പക്ഷെ നമ്മുടെ കാര്യമോ? നമ്മൾക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊരു വലിയ മാനസിക സംഘർഷം തന്നെയാണല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ വിഷയത്തെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഉത്തരം തുടങ്ങുന്നത് തന്നെ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ഒരടിസ്ഥാന ധാരണയെ അങ്ങ് പൊളിച്ചെഴുതിക്കൊണ്ടാണ്. എന്താണതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. നമ്മളെപ്പോഴും പറയാറില്ലേ, അയ്യോ ആ അവസരം അങ്ങ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാ. അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയനെ എന്നൊക്കെ ഓർത്ത് വിഷമിക്കാറുണ്ട്. ഈ നഷ്ടപ്പെട്ട അവസരങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വലിയ സങ്കടവും നിരാശയും തരുന്ന ഒന്നാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവികമായൊരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട അവസരം എന്നു പറയുന്ന ഒരു സംഭവമേയില്ല. നഷ്ടത്തെക്കുറിച്ചുള്ള ഈ ഒരു ശക്തമായ കാഴ്ചപ്പാടിനടിസ്ഥാനം ഒരു ഖുർആൻ വചനമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. അതായത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതുന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ തുടക്കം മുതലേ നിങ്ങൾക്കുള്ളതായിരുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് സ്വന്തമല്ലാത്ത ഒന്നിനെ നമുക്കെങ്ങനെയാണ് നഷ്ടപ്പെടുക? ഈയൊരാശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് ദൈവിക കാരുണ്യത്തിന്റെ 2 വശങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നൽകൽ അഥവാ അൽ അതാ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നു. 2, തടഞ്ഞുവെക്കൽ അഥവാ അൽമനാ, അതായത് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ദൈവം തടയുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്നതും നമുക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതിന്റെ പിന്നിലെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും നമ്മുടെ ചെറിയ അറിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പോ അത് പൂർണ്ണമായ ജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടുതന്നെ ദൈവം നമുക്ക് ചിലത് തരാതിരിക്കുന്നതിൽ ചിലപ്പോൾ തരുന്നതിനേക്കാൾ വലിയൊരു കാരുണ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത്, നമ്മുടെ മുന്നിൽ ഒരു വാതിൽ അടയുമ്പോൾ അയ്യോ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതുന്നതിന് പകരം ഒരു പക്ഷേ നമ്മളെ അതിലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിരിക്കും അത് എന്ന് ചിന്തിക്കണം. അതൊരു നിഷേധമല്ല, അതൊരു സംരക്ഷണമാണ്. അപ്പോൾ ഈയൊരു വലിയ ചിന്തയെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക? നമുക്ക് നോക്കാം. ഇതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതി മാറ്റുക എന്നതാണ്. ചില കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം, സമ്മതിച്ചു. പക്ഷേ ആ വേദനയുടെ പിന്നിലും ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസമാണ് ശരിക്കും സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ പടി. ഇമാം ഷാഫിയുടേതായി പറയപ്പെടുന്ന മനോഹരമായൊരു കവിതയുണ്ട്. മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ നടക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ആ കവിത നമ്മളെ ഓർമ്മിപ്പിക്കും. ഒന്ന് കേട്ടുനോക്കൂ. കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകളുടെ അംഗീകാരത്തിനു വേണ്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഈ വരികൾ പറഞ്ഞു തരുന്നത്. അപ്പോ ഈ കവിതയുടെ ആകെത്തുക ഇതാണ്: മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്ന് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല.
നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ അങ്ങ് വിട്ടുകളയുമ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള സമാധാനം കിട്ടുന്നത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നത് നിർത്തുക. 2. നമുക്ക് കിട്ടാതെ പോയ ഓരോ കാര്യവും ഒരുപക്ഷെ നമുക്കൊരു സംരക്ഷണമായിരുന്നിരിക്കാം എന്ന് കരുതി അതിന് നന്ദി പറയുക. പിന്നെ നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള വലിയൊരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിച്ച് സമാധാനമായിരിക്കുക. അപ്പോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ഉത്തരം കിട്ടാതെ പോയ നമ്മുടെ പ്രാർത്ഥനകളാണെങ്കിലോ? ഈയൊരു ചിന്ത നിങ്ങൾ നഷ്ടമെന്ന് കരുതുന്ന ഓരോന്നിനെയും ഒരു പുതിയ വിജയമായി കാണാൻ നിങ്ങളെ സഹായിക്കട്ടെ.